അന്തർവാഹിനി ആശയവിനിമയ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ നാവികസേന. അന്തർവാഹിനി ആശയവിനിമയത്തിനായി 500 മീറ്റർ ഉയരമുള്ള 3 VLF ടവർ, അതായത് വെരി ലോ ഫ്രീക്വൻസി സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ നാവികസേന. തെലങ്കാനയിലെ വികാരാബാദിലാണ് ഈ വെരി ലോ ഫ്രീക്വൻസി സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഹൈദരാബാദിൽ നിന്ന് 75 കിലോമീറ്റർ അകലെയുള്ള ഈ പട്ടണത്തിന്റെ സ്കൈലൈനിൽ 500 മീറ്റർ ഉയരത്തിലെത്തുന്ന 3 ടവറിംഗ് റേഡിയോ ട്രാൻസ്മിറ്ററുകൾ താമസിയാതെ ആധിപത്യം സ്ഥാപിക്കും. ഈ തന്ത്രപ്രധാനമായ സൗകര്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിനപ്പുറവും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി കപ്പലുകൾക്ക് സുപ്രധാന ആശയവിനിമയം നൽകും. ഒക്ടോബർ 15-ന് ഇന്ത്യയുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നിർണായക പദ്ധതിക്ക് തറക്കല്ലിടും. ഇന്ത്യൻ നാവികസേനയുടെ 3 പതിറ്റാണ്ടിലേറെ നീണ്ട അന്വേഷണത്തിന്റെ പരിസമാപ്തിയാണ് ദാമോഗുഡം റിസർവ് ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന VLF സ്റ്റേഷൻ. അതിന്റെ അന്തർവാഹിനികളുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ ഈ സ്ഥലത്തിനായി ഇന്ത്യൻ നാവികസേന 3 പതിറ്റാണ്ടിലേറെയായി നീണ്ട അന്വേഷണത്തിലായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഡോണക്കൊണ്ട, തമിഴ്നാട്ടിലെ തിരുനെൽവേലി എന്നിവയുൾപ്പെടെ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ കർശനമായ വിലയിരുത്തലിന് ശേഷമാണ് വികാരാബാദിലെ പുതൂർ ഗ്രാമം തിരഞ്ഞെടുത്തത്. പുതൂറിന് ചുറ്റുമായി 300 കിലോമീറ്റർ ചുറ്റളവാണ് ഇതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 1990-ൽ തിരുനെൽവേലിയിൽ ഒരു VLF സൗകര്യം സ്ഥാപിച്ചിരുന്നു എങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ 2010-ൽ വികാരാബാദിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിന് കാരണമായി. ഈ പദ്ധതിക്കായി 2900 ഏക്കർ വനഭൂമി ആവശ്യമാണ്. ഇതിന് നഷ്ടപരിഹാരമായി 11.74 ലക്ഷം മരങ്ങൾ നടുന്നതിന് വനവകുപ്പിന് 73.37 കോടി രൂപ ലഭിക്കും. ഇതിന്റെ റേഡിയേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു സെൽഫോണിനേക്കാൾ കുറവാണ് ഇതിന്റെ റേഡിയേഷൻ. അതായത് VLF ടവറുകൾക്ക് റേഡിയേഷൻ വളരെയധികം കുറവാണ്. ആന്റിനകൾക്ക് സമീപമുള്ള സൗകര്യത്തിനുള്ളിൽ മാത്രമാണ് ഇതിന്റെ റേഡിയേഷൻ ഒതുങ്ങി നിൽക്കും. ഈ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയുടെ 8.16% സ്ഥലത്ത് മാത്രമേ ഈ സൗകര്യം നിർമ്മിക്കൂ. ബാക്കിയുള്ള 50% വനം അവശേഷിക്കും. ഈ VLF സ്റ്റേഷൻ ഒരു സ്വയം നിയന്ത്രിത ടൗൺഷിപ്പ് ആയിരിക്കും. ഏകദേശം 700 നാവിക ഉദ്യോഗസ്ഥർ ഇവിടെ താമസിക്കുന്നു. കൂടാതെ ആധുനിക മലിനജല ശുദ്ധീകരണ പ്ലാന്റും ശക്തമായ സുരക്ഷാ നടപടികളും കൊണ്ട് ഇത് സജ്ജീകരിക്കും. 3 വർഷത്തിനുള്ളിൽ ഈ സൗകര്യം പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.